MP ഫണ്ട് ഉപയോഗിച്ച് വടകര മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി മാറ്റുന്നതിനുള്ള സൗഹൃദ സ്പർശം പദ്ധതിക്ക് നാളെ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സഹായ ഉപകരണങ്ങളുടെ വിതരണം വടകര MP ഷാഫി പറമ്പിൽ നിർവഹിക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര മണ്ഡലത്തിൽ സൗഹൃദ സ്പർശം പദ്ധതിക്ക് ഒക്ടോബർ 31 തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി മാറ്റുന്നതിനുള്ള വിപുലമായ പദ്ധതിയാണ് സൗഹൃദ സ്പർശം. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 2024-25 വർഷത്തെ MP ഫണ്ടിൽ നിന്നും 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പരിപാടിയുടെ ലക്ഷ്യമിടുന്നത് നിയോജകമണ്ഡലത്തിനകത്ത് ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ, അവരുടെ ക്ഷേമ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുക, വിവിധ ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് ഇപ്പം ലഭ്യമാകുന്നതും ലഭ്യമല്ലാത്തതുമായ സൗകര്യങ്ങൾ അവയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗം തുടക്കം എന്നുള്ള നിലയ്ക്ക് 2024-25 സാമ്പത്തിക വർഷത്തെ MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഈ ഇനത്തിൽ മാറ്റിവെക്കുകയാണ്. MPക്ക് ലഭ്യമാകുന്ന MP ഫണ്ട് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 5 കോടിയാണ്. 5 കോടിയിൽ SC/STയുടെ 1.5 കോടി കൂടി കഴിച്ചു നിർത്തിയാൽ 3.5 കോടിയാണ് ജനറൽ ഫണ്ടിൽ വരുന്നത്. ആ ജനറൽ ഫണ്ടിൻ്റെ ഏറെക്കുറെ 1 കോടിയിലധികം രൂപ ആദ്യ സാമ്പത്തിക വർഷം തന്നെ ഈ ഒരു മാർജിനലൈസ്ഡ് വിഭാഗം എന്നുള്ള നിലയ്ക്ക് തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതിനകത്ത് ഈ വർഷം നമ്മൾ ചെയ്തിരിക്കുന്നത് MP നിയോജകമണ്ഡലത്തിലുടനീളം സഞ്ചരിക്കപ്പെടുമ്പോൾ കാണുന്നതും വീടുകളിലേക്ക് ഭിന്നശേഷി വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളുടെ വീട്ടിലേക്കൊക്കെയുള്ള ഗതാഗത സൗകര്യമില്ലാത്ത കേസുകൾ, അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഗതാഗത മേഖലയിൽ തന്നെ ഒരു നിശ്ചിത ശതമാനം ഫണ്ട് ഭിന്നശേഷി കുടുംബങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുന്നു. രണ്ടാമത്തത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങൾ ഇപ്പോൾ വീൽ ചെയറുകൾ, അതുപോലെ തന്നെ ജീവനോപാധി എന്ന നിലയ്ക്ക് വിവിധ തൊഴിലുകളെടുത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാത്രാ സൗകര്യവും അവരുടെ തൊഴിലുപജീവനത്തിന് വേണ്ടിയുള്ള ഉപകരണം എന്ന നിലയ്ക്ക് ട്രൈസൈക്കിളുകൾ, ഹിയറിംഗ് എയ്ഡുകൾ ഉൾപ്പെടെയുള്ള സഹായ ഉപകരണങ്ങൾക്ക് വേണ്ടി ഏകദേശം 25 ലക്ഷം രൂപയുടെ സഹായ ഉപകരണങ്ങൾ കൂടി വിതരണം ചെയ്യപ്പെടുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ബഡ്സ് സ്കൂളുകളാണ്. പഞ്ചായത്തുകളുടെ കീഴിലൊക്കെ പ്രവർത്തിക്കപ്പെടുന്ന വിവിധ ബഡ്സ് സ്കൂളുകൾ, ആ ബഡ്സ് സ്കൂളുകളിലൊക്കെ തന്നെ പലതിനും വാഹന സൗകര്യങ്ങളില്ലാത്ത സാഹചര്യം കിടക്കുകയും ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തന്നെ ബസ്സിൻ്റെ ചാർജും അതിൻ്റെ വാടകയൊക്കെ വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം പലയിടത്തും നിലവിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ വാഹന സൗകര്യമില്ലാത്ത പഞ്ചായത്തുകളിലെ ബഡ്സ് സ്കൂളുകൾ അവ തിരഞ്ഞെടുത്തുകൊണ്ട് അവയ്ക്ക് വാഹന സൗകര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ 3 പഞ്ചായത്തുകളിലേക്ക് ബഡ്സ് സ്കൂളുകൾക്ക് വാഹനങ്ങൾ കൊടുക്കുകയാണ്. അതിനുവേണ്ടി 50 ലക്ഷം രൂപ ഈ 3 വാഹനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഈ രീതിയിലുള്ള തുടക്കം MP ഫണ്ട് തന്നെ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ലോഞ്ച് ചെയ്യുന്നത്. MP ഫണ്ട് വിനിയോഗിച്ചു വാങ്ങിയ ഭിന്നശേഷി സഹായ ഉപകരണങ്ങളുടെ വിതരണം നാളെ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ KK രമ MLA നിർവഹിക്കും. തുടർന്ന് ഭിന്നശേഷിക്കാർക്കായി വിപുലമായ സേവന ക്യാമ്പുകളും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8 ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.